വേണു, ഇതിൽ ചില ആശങ്കകൾ ഇന്ന് രാവിലെ പുറത്തു വന്ന ചില വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇന്നലെ ഇവിടെ സന്ദർശിച്ച റവന്യൂ മന്ത്രി, കർണാടക റവന്യൂ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് മണ്ണിനടിയിൽ ഈ ലോറി ഇല്ല എന്ന ഒരു നിഗമനത്തിലേക്ക് ഇവിടുത്തെ റവന്യൂ വിഭാഗവും അല്ലെങ്കിൽ മന്ത്രിതല സംഘവും ഒക്കെ എത്തുന്നു എന്നൊരു സൂചനയാണ് അവരുടെ പ്രതികരണങ്ങളിൽ ഉണ്ടായത്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ഈ ആർമിയുടെ പരിശോധന ഇന്നുകൂടി മാത്രമേ ഉണ്ടാകൂ. ആർമി ഇന്ന്, അതായത് സൈന്യം ഇന്ന് തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങും എന്ന തരത്തിലുള്ള വിവരങ്ങൾ ആ രീതിയിൽ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണെങ്കിൽ പോലും അത്തരമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതെന്തായാലും ആശങ്ക നൽകുന്നതാണ്. കാരണം നിലവിലെ ഇവിടുത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കിയാൽ സൈന്യത്തിന്റെ കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലല്ലാതെ മറ്റ് പ്രായോഗികമായി ഈ നിലവിൽ ഈ മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ കൊണ്ട് മാത്രം എന്തെങ്കിലും കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയില്ല. അതുകൊണ്ട് ആ ഘട്ടത്തിൽ സൈന്യം മടങ്ങും എന്ന തരത്തിലുള്ള വിവരങ്ങൾ വന്നത് ആശങ്കപ്പെടുത്തിയിരുന്നു. ആ കാര്യമാണ് നമ്മൾ MK രാഘവൻ MP യോട് ഉൾപ്പെടെ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മുഖ്യമന്ത്രി കൃത്യമായ നിർദ്ദേശം നൽകിയത് ഇതിൽ ഈ കണ്ടെത്തുന്നത് വരെ തിരച്ചിൽ തുടരാനാണ്, റെസ്ക്യൂ തുടരാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ സൈന്യം ഇന്ന് തിരിച്ചു പോകുമെന്ന തരത്തിൽ ഒരു വിവരവും ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥർ ചിലവർ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് റവന്യൂ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു പ്രതികരണം ഉണ്ടായത് എന്നതാണ്. നിലവിൽ ഇപ്പോൾ അവർ ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല. ഇന്നലെ ഈ സിഗ്നൽ ലഭിച്ചിടത്തുനിന്നുള്ള മണ്ണും ചളിയും പൂർണ്ണമായി നീക്കം ചെയ്തിരുന്നു. അവിടെ ലോറി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളൊരു വശത്ത് വലിയ മൺകൂനയും അതോടൊപ്പം തന്നെ വലിയ കല്ലുകളും കൂടി നിൽക്കുന്ന ഒരിടമുണ്ട്. അവിടെയാണ് നിലവിൽ ഇപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ സൈന്യത്തിന്റെ റഡാർ സിസ്റ്റം, അത് കുറച്ചുകൂടി 15 മീറ്റർ ആഴത്തിൽ മണ്ണിനടിയിലെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സംവിധാനം ആണ് സൈന്യത്തിന്റെ റഡാർ സിസ്റ്റം. അത് ഈ ബംഗളൂരുവിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെ, സൈന്യത്തിന്റെ തന്നെ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെ ഒരു 11 മണിയോടെ ഇവിടെ എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഇടത്ത് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഇടത്ത് ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തും. അതിനുശേഷം അവിടെ എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്ന തരത്തിലുള്ള തെരച്ചിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തന്നെ നടത്തും എന്നതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ആ പ്രവൃത്തി ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. സമാന്തരമായി ഈ നിലവിൽ ഗംഗാവലി പുഴയിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. എന്നാൽ ആ തെരച്ചിലിന് വേഗത കുറവാണ് എന്നുൾപ്പെടെയുള്ള ആക്ഷേപമുണ്ട്. ഇന്ന് നേവിയുടെ തെരച്ചിൽ ഏറെ വൈകിയാണ് ആരംഭിച്ചത്. ബോട്ട് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ വൈകിയാണ് ആരംഭിച്ചത്. ഇന്ന് സോണാർ സിസ്റ്റം ഉപയോഗിക്കുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഇവിടെ നൽകിയിട്ടുള്ള വിവരം, നിലവിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ഈ പുഴയിലാണ്. അതായത് നിലവിൽ ഈ GPS-ഉം സിഗ്നൽ ലഭിച്ച ഇടങ്ങളിൽ ഒന്നും ഈ ലോറി കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവരൊരു നിഗമനത്തിലേക്ക് എത്തുന്നു എന്ന തരത്തിൽ ഇവിടുത്തെ റവന്യൂ വിഭാഗമൊക്കെ അങ്ങനെ ഒരു തീരുമാനം എന്തുകൊണ്ട് എടുക്കുന്നു എന്നറിയില്ല. അപ്പോൾ പോലും നമുക്ക് സൈന്യത്തിന്റെ തെരച്ചിലിൽ വിശ്വസിക്കാം. സൈന്യം ഇന്ന് മടങ്ങിപ്പോയാൽ അത് വലിയ നിരാശാജനകമാവും. കാരണം ഏറെ പ്രതീക്ഷയോടെയാണ് സൈന്യത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ രക്ഷാപ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം കാത്തിരുന്നത്. അപ്പോൾ അത്തരം ഒരു തീരുമാനത്തിലേക്കൊക്കെ പോകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നിലവിൽ വ്യക്തതയില്ല. അങ്ങനെ ഉണ്ടാവില്ല എന്നതാണ് MK രാഘവൻ MP ഉൾപ്പെടെ ഇവിടെ സ്ഥലം സന്ദർശിച്ച് ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിച്ച ശേഷം പ്രതികരിച്ചത്. അതിൽ തന്നെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്തായാലും സൈന്യത്തിന്റെ റഡാർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നിർണായകമാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവിടെ എന്തെങ്കിലും അത് കുറച്ചുകൂടി നേരത്തെ ഈ NIT-യിൽ നിന്നുള്ള വിദഗ്ധ സംഘം നടത്തിയ റഡാർ പരിശോധനയേക്കാൾ കുറച്ചുകൂടി ആഴത്തിൽ ഇതിന്റെ ഒരു വിസിബിലിറ്റി ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിശോധന ഏറെ നിർണായകമാണ്. 11 മണിയോടെയാണ് ആ വിദഗ്ധ സംഘം ഇവിടെ എത്തിച്ചേരുക. ഇന്നലെ ഇവരെത്തിയ, അതായത് സൈന്യത്തിന്റെ സംഘത്തിനൊപ്പം അത്തരം സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സൈന്യം നിലവിൽ കാര്യമായ തെരച്ചിലോ രക്ഷാപ്രവർത്തനത്തിലോ സൈന്യം ഏർപ്പെട്ടിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും പുഴയിലല്ല എന്നുള്ളത് ഈ രക്ഷാദൗത്യ സംഘത്തിൽ ഉൾപ്പെട്ട, നമ്മൾ നേരത്തെ മലയാളിയായിട്ടുള്ള രഞ്ജിത്തിന്റെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ കേട്ടതാണ്. അവർ ഉറപ്പിച്ചു പറയുന്നത് ഇത് ഈ മണ്ണിനടിയിൽ തന്നെയാണ് ലോറി ഉള്ളത് എന്ന തരത്തിൽ ഉറപ്പിച്ചു പറയുന്നു. അവർ ആ തരത്തിൽ തെരച്ചിൽ NDRF-ഉം സൈന്യവും
എല്ലാവരും കൂടി യോജിച്ച് തുടരുന്നു. പക്ഷേ ഇവിടെ ഔദ്യോഗികമായി അല്ലെങ്കിൽ ഇവിടുത്തെ മന്ത്രിമാർ ഉൾപ്പെടെ വന്നതിന് ശേഷം നടത്തിയ പ്രതികരണം, ഈ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നടത്തുന്ന അവർ നൽകുന്ന വിവരം, അവർ ഫോക്കസ് ചെയ്യുന്നത് പുഴയിൽ ആണ്, അത്തരം ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് എന്ന തരത്തിലുണ്ട്. അത് എന്തായാലും അത്തരം ഒരു അനിശ്ചിതത്വം നിലവിൽ ഈ രക്ഷാപ്രവർത്തനത്തിലുണ്ട്. ഇതിലൊരു വ്യക്തത വരുത്തേണ്ടത് അനിവാര്യമാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ എന്തായാലും ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. റഡാർ സിസ്റ്റം ഉൾപ്പെടെ എത്തിച്ച് അത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സൈന്യത്തിന്റെ പരിശോധനയിലാണ് നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. വേണം. ശരി, അരുൺ പൂപ്രമാണ് വിവരങ്ങൾ നൽകുന്നത്. അരുൺ പാറയ്ക്കലും ചേരുന്നു തത്സമയ വിവരങ്ങളുമായി. അരുൺ, ഈ സ്കൂബ സംഘത്തിന്റെയും നേവി സംഘത്തിന്റെയും ഒക്കെ തിരച്ചിലിന്റെ പുരോഗതി എന്താണ്? വേണു, ഞാനിപ്പോൾ നിൽക്കുന്നത് ഗംഗാവലി പുഴയോരത്താണ്. നമുക്ക് ആ പുഴ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ, ആ പുഴയുടെ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അവിടെ ഇപ്പോൾ ഈ നേവി സംഘം തെരച്ചിൽ തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ പുഴയ്ക്ക് അപ്പുറത്ത്, അതായത് ആ നേവി സംഘം ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണ്, അതിൻ്റെ നേരെ മറുഭാഗത്താണ് ഈ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ എതിർഭാഗത്ത്, അതായത് ഇപ്പോൾ ഈ സ്കൂബ ടീമൊക്കെ നിൽക്കുന്ന ഭാഗത്ത്, അവർ ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് ഇപ്പോഴെത്തിയിട്ടേ ഉള്ളൂ. ആ ഭാഗത്ത് ആ മണ്ണ് മുഴുവനായിട്ടും അവിടെ ഉണ്ടായിരുന്ന വീടുകൾ ഉൾപ്പെടെ ഈ നദി ഗതിമാറി ഒഴുകിയതിനാൽ ഒലിച്ചു പോകുന്ന സാഹചര്യം അവിടെ ഉണ്ടായതാണ്. ഈ വലിയ രീതിയിൽ മണ്ണ് ഈ പുഴയിലേക്ക് തൂർന്നിട്ടുണ്ട്, മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അവിടെ തിരച്ചിൽ നടത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഇന്നലെ തന്നെ ഈ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ നേവി സംഘത്തിന്റെ ഈ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. MK രാഘവൻ MP അല്പം സമയം മുൻപ് നമ്മളോട് സംസാരിച്ചപ്പോൾ ഈ പുഴയിൽ ഉൾപ്പെടെ പരിശോധിക്കുന്ന കാര്യം അത് കൂടുതൽ ഊർജ്ജത്തോടെ ഈ തെരച്ചിൽ തുടരണമെന്ന്, പുഴയിൽ തെരച്ചിൽ തുടരണമെന്ന് ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം അറിയിച്ചു. നാളെ പാർലമെന്റിൽ ആവശ്യമെങ്കിൽ ഈ കാര്യം ഉന്നയിക്കും, അതായത് ഇവിടുത്തെ ഈ ഒരു സാഹചര്യം, അടിയന്തര സാഹചര്യം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും MK രാഘവൻ MP സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഈ രക്ഷാദൗത്യ സംഘം പറയുന്നത്, ആർമിയും അതുപോലെ തന്നെ NDRFും ഒക്കെ പറയുന്നത് ഇപ്പോഴും ആ മണ്ണിനടിയിൽ തന്നെ ആയിരിക്കും ഈ ലോറി എന്നൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. പക്ഷേ നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ കർണാടക സർക്കാരിനും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിനുമൊക്കെ ഈ പുഴയിലേക്ക് ലോറി വീഴാനുള്ള സാധ്യതകളാണ് അവർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നേവി പുഴയിൽ പരിശോധന നടത്തുന്നത്. ഇപ്പോഴും ഈ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വേണു, കർണാടക ഉൾവനങ്ങളിലൊക്കെ നല്ല ശക്തമായ മഴയുണ്ട്. ആ ശക്തമായ മഴയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പുഴ ഇങ്ങനെ പല ഭാഗത്തും കരകവിഞ്ഞൊഴുകുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. അത് മാത്രമല്ല, കലങ്ങി മറിഞ്ഞാണ് ഈ വെള്ളം വരുന്നത്. മണ്ണ് ആ ഭാഗത്ത്, ഈ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് ആ മണ്ണ് ഈ പുഴയുടെ ഏകദേശം നടുഭാഗത്തോളം അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് നല്ല ഡെപ്താണ് ആ ഭാഗത്തുള്ളത്. ആ ഭാഗത്തേക്ക് ഈ മണ്ണിനടിയിലേക്ക് വാഹനം പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് കണ്ടെത്തുക വളരെയേറെ പ്രയാസകരമായ കാര്യമാണ്, ദുഷ്കരമായ കാര്യമാണ്. ഇപ്പോഴും ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ നേവി സംഘം ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ആ തെരച്ചിൽ തുടരുന്നതിൻ്റെ ആ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും ആ തെരച്ചിൽ തുടരുകയാണ്. വേണു. ശരി, അരുൺ പൂപ്പറമ്പയും അരുൺ പാറയ്ക്കലുമാണ് ഷിരൂരിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളുമായി ചേരുന്നത്. കോഴിക്കോട് നിന്ന് സമീർ C. മുഹമ്മദും ചേരുന്നു. സമീർ, കുടുംബാംഗങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് അവർ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ, ആശങ്ക? വേണു, അപകടം നടന്ന് 7ാം ദിവസത്തിലും വലിയ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ് കുടുംബം. അവിടെ നിന്ന് ഒരു ശുഭവാർത്ത വരും എന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷ അവർക്കുണ്ട്. അടുത്ത ദിവസം വരെ ആ മൊബൈലിന്റെ സിഗ്നൽ ലഭിച്ചതും അതുപോലെ തന്നെ വാഹനം ഓണായിരുന്നു തുടങ്ങിയിട്ടുള്ള വിവരങ്ങളും അവർക്ക് ലഭ്യമാവുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴും ഈ കരഭാഗത്ത് തന്നെയായിരിക്കും ഈ വാഹനം ഉണ്ടാവുക, ഈ മണ്ണിനടിയിൽ തന്നെ വാഹനമുണ്ട് എന്നുള്ള ആ ഒരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. തുടക്കത്തിൽ കാണിച്ച ആ അലംഭാവം ഒക്കെ തന്നെ ബന്ധപ്പെട്ടവർ മാറ്റിയിരിക്കുന്നു. നല്ല രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നുണ്ട്. അതിൽ വലിയ ഒരു ആശ്വാസം ആ കുടുംബത്തിനുണ്ട്, അതും അവർ പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ അർജുന്റെ സഹോദരനായിട്ടുള്ള അഭിജിത്തും അതുപോലെ അർജുന്റെ സഹോദരിയായിട്ടുള്ള അഞ്ജുവിന്റെ ഭർത്താവ് ജിതിനും ഉൾപ്പെടെയുള്ളവർ അവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടെ നടക്കുന്ന തെരച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കുടുംബത്തെ അറിയിക്കുന്നുമുണ്ട്. ഇവിടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ ഭാര്യയും 2 സഹോദരിമാർ ഉൾപ്പെടെയുള്ളവരും മറ്റ് ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരും ആ ഒരു നല്ല വാർത്തയ്ക്കായി ഈ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, അഭിജിത്തും അതുപോലെ തന്നെ ജിതിനും അർജുനുമായി വരൂ എന്നുള്ള ആ ഒരു നിലപാടിൽ തന്നെ അവർ തുടരുകയാണ്. അവർ അവിടെ തന്നെയാണ്. ഈ അപകടം നടന്ന ഉടൻ അവിടെ അങ്ങോട്ട് തിരിച്ചതാണ്. ഇപ്പോഴും ആ ഒരു പ്രതീക്ഷയോട് കൂടെ അവർ അവിടെ തന്നെ തങ്ങുന്നു. ഈ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കണം എന്നുള്ള ഒരു ആവശ്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. മിനിയാന്നും അതുപോലെ തന്നെ ഇന്നലെയും രാത്രി 8-9 മണിയാകുമ്പോൾ
കഴിയുമ്പോഴേക്ക് ഇവർ തിരച്ചിൽ അവസാനിപ്പിച്ച് പോവുകയാണ്. ഇതൊരു രക്ഷാപ്രവർത്തനമാണ്, വെറുമൊരു സർക്കാർ ജോലിയല്ല. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനമാണ്, ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ആ മണ്ണിനടിയിലുള്ളത്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് സമയം നിശ്ചയിക്കാതെ അർജുനെ കണ്ടെത്തുന്നവരെ ഈ തെരച്ചിൽ തുടരണം എന്നുള്ള ആ ഒരു ആവശ്യമാണ് കുടുംബം പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ അവിടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ അതുപോലെ തന്നെ സന്നദ്ധ സംഘടനയൊക്കെ തന്നെ പ്രവർത്തനം തുടരുന്നു. കൂടാതെ കോഴിക്കോട് നിന്നുള്ള ഒരു 18 അംഗ സന്നദ്ധ സംഘം കൂടി അങ്ങോട്ട് രക്ഷാപ്രവർത്തനത്തിനായി തിരിച്ചിട്ടുണ്ട്. കവളപ്പാറ അതുപോലെ തന്നെ പുത്തുമല ദുരന്ത വേളകളിലെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിന്ന 3 സംഘങ്ങളിലെ 18 പേരാണ് അങ്ങോട്ട് തിരിച്ചിരിക്കുന്നത്. എന്റെ മുക്കം അതുപോലെ തന്നെ പുൽപ്പറമ്പ് രക്ഷാസേന, കർമ്മ, ഓമശ്ശേരി എന്നീ സന്നദ്ധ സംഘടനകളിലെ 18 പേരാണ് അങ്ങോട്ട് തിരിച്ചിരിക്കുന്നത്. ഒരു ബസ്സിലാണ് ആ സംഘം അങ്ങോട്ട് തിരിച്ചിരിക്കുന്നത്. ഇന്ന് 12 മണിയോടുകൂടെ അവിടെ എത്തും. അവർ കരയിലും അതുപോലെ തന്നെ വെള്ളത്തിലും ഒരുപോലെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്ന അതിവിദഗ്ധരായിട്ടുള്ള സംഘമാണ്. അവരുടെ കയ്യിൽ ബോട്ട് അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് അവർക്ക് പരിശോധിക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ സ്കൂബ ടീമാണ്. അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള കയറ്, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളുമായാണ് ഈ 18 അംഗ സംഘം ഇന്ന് അങ്ങോട്ട് തിരിച്ചിരിക്കുന്നത്, ഷിരൂരിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോട് കൂടെ അവിടെ എത്തും. അവിടുത്തെ അധികാരികൾ അവരെ അനുമതി നൽകുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുമായിട്ട് മുന്നോട്ട് പോകും. അർജുനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഈ സംഘവും പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും 7ാം ദിവസവും ഈ കുടുംബം വലിയ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. അർജുന് ആപത്തുകളൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. പക്ഷേ സമയം കഴിയും തോറും തങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ്. തങ്ങളുടെ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിന് മങ്ങിലേൽക്കുന്നു എന്ന കാര്യം കൂടി ഈ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. വേണു. ശരി, സമീർ സി മുഹമ്മദാണ് അർജുന്റെ കുടുംബത്തിന്റെ ആശങ്കകൾ അടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ നൽകിയത്. എസ് വിജയകുമാറും ചേരുന്നു വിവരങ്ങളുമായി. വിജയകുമാർ, അവിടുത്തെ ഈ കാലാവസ്ഥയുടെ ഇന്നത്തെ സ്വഭാവം എന്താണ്? കൂടാതെ ഇന്നെങ്കിലും നിർണായകമായി എന്തെങ്കിലും വിവരം ലഭിക്കും എന്ന് കരുതാമോ? വേണു, കാലാവസ്ഥ സംബന്ധിച്ചുള്ള നമ്മളുടെ ചില വിവരങ്ങൾ, നമുക്ക് ലഭിച്ച ചില വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ന് പൊതുവെ രാവിലെ അവിടെ കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥയാണ്. കുറച്ച് സൂര്യപ്രകാശം കുറവാണെങ്കിലും ഉച്ചവരെ തെളിഞ്ഞ കാലാവസ്ഥയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അവിടെ കനത്ത മഴ പെയ്യും എന്നുള്ളതാണ്. ഏതാണ്ട് 1 മണി മുതൽ വൈകിട്ട് 6 മണി വരെ അവിടുത്തെ കാലാവസ്ഥാ പ്രവചനം, ഷിരൂർ മേഖലയിലെ കാലാവസ്ഥാ പ്രവചനം അവിടെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്തതുപോലെ തുടർച്ചയായ മഴ അവിടെ ഇന്നുണ്ടാവില്ല. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അവിടെ മഴ പെയ്യും. അത് ഇടവിട്ട മഴ ഉച്ചയ്ക്ക് ശേഷം 1 മണി മുതൽ അവിടെ മഴയ്ക്കുള്ള സാധ്യത ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനങ്ങളിലും ഉപഗ്രഹ ചിത്രങ്ങളുടെ മാപ്പുകളിലുമുണ്ട്. കാരണം കുറേ മഴ മേഘങ്ങൾ അവിടേക്ക്, ആ മേഖലയിലേക്ക് കടലിൽ നിന്ന് കയറി വരുന്നുണ്ട് എന്നതാണ് ആ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ എത്രത്തോളം തിക്കാണ് ആ മേഘങ്ങൾ എന്നതിനെ ആശ്രയിച്ചിരിക്കും അവിടെ പെയ്യാൻ പോകുന്ന മഴ എത്ര കടുത്തതായിരിക്കും എന്നത്. നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേണു, 2 തരം. ഒന്ന്, നേരത്തെ അരുൺ പൂപ്പറമ്പ് അത് സൂചിപ്പിച്ചു, ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രം അല്ലെങ്കിൽ അതിൻ്റെ പോയിന്റ് കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് മാറി എന്നത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരിക്കൽ ആശങ്കപ്പെട്ടതാണ് അത് ആ പുഴയിലേക്ക് ഈ ലോറി അപ്പാടെ ഒഴുകി പോയിട്ടുണ്ടോ എന്നത്. അന്ന് ഏറെക്കുറെ അത് നിരാകരിക്കപ്പെട്ടതാണ്, അങ്ങനെ ഒരു സംശയമില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ അത്തരമൊരു സംശയം വീണ്ടും ബലപ്പെടാൻ കാരണം നമ്മളുടെ ഈ ഭാരത് ബെൻസിൻ്റെ ഈ വാഹനത്തിൻ്റെ അത്രയും വലുപ്പത്തിൽ കരയിൽ ഒരു സിഗ്നൽ റഡാറിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ചെറിയ ചെറിയ പോയിന്റുകളിൽ അത്തരം സിഗ്നലുകളുണ്ട്. പക്ഷേ അതൊന്നും ഈ പറയുന്ന ഒരു ലോറിയുടെ അത്ര വലിയ എന്തോ ഒന്ന് ഭൂമിക്കടിയിൽ കുടുങ്ങി എന്നതിൻ്റെ സൂചനയല്ല. ലോറിയുടെ ഒരു സിഗ്നൽ എന്ന് പറഞ്ഞാൽ ആ ലോറിയുടെ നീളത്തിൽ അത്രയും ദീർഘമായ ഒരു സിഗ്നൽ ആ ഭാഗത്ത് കിട്ടേണ്ടതുണ്ട്. പക്ഷേ അത്തരം ഒരു സിഗ്നൽ കിട്ടുന്നില്ല. മണ്ണിനടിയിൽ വളരെ നീളത്തിലുള്ള ഒരു വസ്തു കുടുങ്ങിക്കിടന്നാൽ ആ വസ്തുവിൻ്റെ നീളത്തിലുള്ള സിഗ്നൽ അവിടെ നിന്ന് കിട്ടേണ്ടതാണ്. പക്ഷേ നമുക്ക് അത്തരത്തിലൊരു സിഗ്നൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നതാണ് കരയിലെ തെരച്ചിലിൽ നിന്ന് അതിൻ്റെ ഷിഫ്റ്റ് വെള്ളത്തിലേക്ക് മാറാനൊരു കാരണമായിരിക്കുന്നത്. നമുക്ക് അവിടെ ഇപ്പോൾ നടക്കുന്ന കാര്യം എന്താണെന്ന് പരിശോധിച്ചാൽ ഇത് ഈ രക്ഷാ ദൗത്യ മേഖലയാണ്. ഈ മേഖല ഇപ്പോൾ ഇവിടെ തൊട്ട് ഈ മണ്ണിടിഞ്ഞ് വീണ ഈ ഭാഗം അതിൻ്റെ ഒരു രക്ഷാ ദൗത്യ മേഖല എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗത്തെ വിശേഷിപ്പിക്കും. ഇവിടെയൊക്കെയുള്ള ഒരു പ്രതിസന്ധി, ഇത് തട്ടായി കിടക്കുകയാണ്. ഇവിടെ ഒരു തട്ട് മണ്ണിടിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഏതാണ്ട് ഒരു 90% ആ മേഖലയിൽ നീക്കാൻ കഴിഞ്ഞു എന്നാണ് രക്ഷാപ്രവർത്തകരൊക്കെ പറയുന്നത്. ഈ ഭാഗത്തെയൊക്കെ മണ്ണ് പൂർണ്ണമായും നീക്കി. ഇവിടെയൊക്കെ കുറേ കല്ലുകളായിരുന്നു. രാവിലെ അത് ഏറെക്കുറെ അവർക്കത് പൊട്ടിച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പുഴയിലേക്ക് നീങ്ങി നിൽക്കുന്ന ഭാഗം, ഇവിടെയും കുറേ പാറക്കല്ലുകൾ ഉണ്ടായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട കല്ലുകളൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ കാണാം. ഈ പുഴയിലേക്കൊക്കെ മണ്ണിങ്ങനെ കിടക്കുകയാണ്. ഇവിടെയൊക്കെ ചില തുരുത്തുകൾ മാതിരി മണ്ണ് അടിഞ്ഞു നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. വേണു, ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രേക്ഷകർക്ക് കാണാം, ഇത്രയും ദൈർഘ്യത്തിൽ ഇവിടെ നിന്നിങ്ങനെ ഈ ഗംഗാവലി പുഴ ഒഴുകുകയാണ്. ഈ പുഴ ഒഴുകി പോകുമ്പോൾ അതിലെ ഈ മണ്ണ് വീണ ഭാഗങ്ങളാകെ
ഇവിടെയൊക്കെ മണ്ണ് നിറഞ്ഞ് ഏതാണ്ട് കലങ്ങി ഒഴുകുകയാണ്. അവിടെ ഈ വിസിബിലിറ്റി എന്നത് ഈ ഡൈവ് ചെയ്യുന്ന ആളുകൾക്ക് വിസിബിലിറ്റി എന്നൊരു പ്രശ്നമാണ്, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ആ പ്രശ്നം ഇവിടെയുണ്ട്. ഈ താഴേക്ക് പോകുന്നതിനനുസരിച്ച് വീതി കൂടി കടലിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് കടലിലേക്ക് അധിക ദൂരമില്ല ഈ പുഴ ഒഴുകുന്നത്. അഴിമുഖത്തേക്ക് എത്തുമ്പോൾ അവിടെ വലിയ വീതിയുണ്ട്, കടൽ കുറേ ഇങ്ങോട്ട് കയറി വരികയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥ പ്രശ്നം ഇതാണ്. ഇവിടെയൊക്കെ പെട്ടുപോകുന്ന ഈ വസ്തുക്കൾ, അതിപ്പോൾ എന്തുമായിക്കൊള്ളട്ടെ, അത് വേലിയിറക്കത്തിൻ്റെയൊക്കെ സമയത്ത് ഇത് താഴേക്ക് കടൽ തന്നെ വലിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ അപ്പോഴും ഇത് ഹെവി ലോഡാണ്. നിറയെ മരങ്ങൾ, തടി കഷ്ണങ്ങൾ കൊണ്ട് അടുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ലോറിയാണ്. അത് എങ്ങനെ അത്രയും ദൂരമൊക്കെ ഒഴുകിപ്പോകുമെന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ അത്തരം ഒരു പരിശോധന നടത്തിയിരുന്നില്ല. ഏത് തരത്തിൽ ഈ പുഴയിലേക്ക് അത് ഭാരവാഹനം അപ്പാടെ കുടുങ്ങിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ഈ നാവികസേനയുടെ ഡൈവേഴ്സ് പരിശോധന നടത്തിയെങ്കിലും നമ്മൾ സാങ്കേതിക സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ അടിത്തട്ടിലേക്കൊരു പരിശോധന നടത്തിയിരുന്നില്ല. അത്തരമൊരു പരിശോധന ഇന്നുണ്ടാകും എന്നാണ് കേൾക്കുന്നത്, അറിയുന്നത് അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ അത് വളരെ നിർണായകമാകും. ഇപ്പോൾ ഈ കർണാടക ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് ഈ ഭാഗത്ത് കരയിൽ അങ്ങനെ ഒരു ഭാരവസ്തു കുടുങ്ങിയിട്ടില്ല എന്ന് അവർ ഉറപ്പിക്കുന്നുണ്ട്. അവരതങ്ങനെ ഉറപ്പിക്കുന്ന എന്തെങ്കിലും ശാസ്ത്രീയ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിലാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, റഡാർ പരിശോധനയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും ദൈർഘ്യത്തിൽ ഒരു ലോറി അല്ലെങ്കിൽ ഒരു വലിയ വാഹനം ഭൂമിക്കടിയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ദൈർഘ്യത്തിൽ ഒരു സിഗ്നൽ ഈ ഭാഗത്ത് എവിടെ നിന്നെങ്കിലും കിട്ടേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരം ഒരു സിഗ്നൽ കിട്ടിയിട്ടില്ല. എന്നാൽ ഏതാണ്ട് ഒരു 70% സിഗ്നൽ കിട്ടിയെന്ന് നമ്മൾ കരുതുന്ന ഈ ഭാഗത്തൊക്കെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്തരം ഒരു ലോറി ആ ഭാഗത്ത് കുടുങ്ങിയതിൻ്റെതായ സൂചനകൾ ആ പരിശോധനയിൽ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിനി ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ഈ ഭാഗത്ത്, ഈ പുഴയുടെ ഈ വശങ്ങളിൽ ഈ ഭാഗത്ത് പരിശോധന നടത്തുക എന്നത് തന്നെയാണ്. അതാണ് ഇന്ന് നടത്തുന്നത്. നേരത്തെ കുടുംബാംഗങ്ങളും അത്തരം ഒരു പരിശോധന വേണ്ട, ആ പുഴയിലില്ല എന്ന് ഉറപ്പിച്ചു എന്ന് പറഞ്ഞ കുടുംബാംഗങ്ങളിൽ പലരും ഇപ്പോൾ പുഴയിലും പരിശോധന നടത്തട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വാഹനം പുഴയിലേക്ക് മറിഞ്ഞിട്ടുണ്ടാകില്ല, അത് കരയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കരുതുന്നത്. നമ്മളുടെ പ്രതീക്ഷയും നമ്മളുടെ മനസ്സിലൊക്കെ അങ്ങനെ തന്നെയാണ്, അങ്ങനെ ഉണ്ടാകണം. അതാണ് അദ്ദേഹം തിരികെ വരുമെന്ന് നമ്മൾ കരുതുന്ന ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ആ വാഹനം കരയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ്. പക്ഷേ എല്ലാ സാധ്യതകളും നമ്മൾ പരിശോധിക്കണമല്ലോ. ഇന്ന് 7ാം ദിവസമാണ്. നമ്മളുടെ മുന്നിൽ ഓരോ മണിക്കൂറുകൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ പരിശോധനയുടെ ഷിഫ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരയിൽ നിന്ന് ഈ പുഴയിലേക്ക് മാറുന്നു എന്നതാണ് ഈ ദിവസം രാവിലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിലെ സൂചനകൾ, നിർണായക സൂചനകൾ നമുക്ക് വരും ഉച്ചയ്ക്ക് ശേഷം എന്ന് നമുക്ക് കരുതാം. അപ്പോഴും ഈ മഴ ഒരു വില്ലനായി ഈ ഭാഗത്ത് മഴമേഘങ്ങൾ വരുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അവിടെ തിമിർത്ത് പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഓരോ മിനിറ്റും ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് കാറ്റിൻ്റെ ഒക്കെ ഗതി അനുസരിച്ച്, കടലിനോട് അടുത്ത സ്ഥലമാണ്, കാറ്റിൻ്റെ ഗതി അനുസരിച്ച് മേഘങ്ങൾ മാറുകയൊക്കെ ചെയ്യാം. എന്തായാലും കാത്തിരിക്കാൻ വേണു. വളരെ പ്രതീക്ഷയോടെ 7ാം ദിവസം നമുക്ക് വിവരങ്ങൾ, പ്രധാനപ്പെട്ട സൂചനകൾ തന്നെ വരും എന്ന് നമുക്ക് കരുതാം. ശരി, എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗംഗാവലി പുഴയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവിടെ നേവിയുടെ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.
പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി സംസാരിക്കുന്നു. അതിലേക്ക്. हमें 5 साल का जो अवसर मिला है, आज का बजट हमारे उन 5 साल के कार्य की दिशा भी तय करेगा और ये बजट 2047 जब आजादी के 100 साल होंगे तब विकसित भारत का जो हमारा सपना है, उस सपने को पूरा करने की मजबूत नींव वाला बजट लेकर के हम कल देश के सामने आएंगे। हर देशवासी के लिए एक गर्व की बात है कि भारत बड़ी इकोनॉमी वाले देशों में सबसे तेज गति से आगे बढ़ने वाला देश है। गत 3 वर्षों में लगातार 8% ग्रोथ के साथ 8% ग्रोथ के साथ हम आगे बढ़ रहे हैं, हम ग्रो कर रहे हैं। आज भारत में पॉजिटिव आउटलुक, इन्वेस्टमेंट और परफॉर्मेंस एक प्रकार से अपॉर्चुनिटीज की पीक पर है। ये अपने आप में भारत की विकास यात्रा का एक अहम पड़ाव है। साथियों, मैं देश के सभी सांसदों से, किसी भी दल के क्यों न हो, मैं आज आग्रहपूर्वक कहना चाहता हूं कि हम गत जनवरी से लेकर के हम लोगों के पास जितना सामर्थ्य था, उस सामर्थ्य को लेकर के जितनी लड़ाई लड़नी थी लड़ ली। जनता को जो बात बतानी थी बता दी। किसी ने राह दिखाने का प्रयास किया, किसी ने गुमराह करने का प्रयास किया, लेकिन अब वो दौर समाप्त हुआ। देशवासियों ने अपना निर्णय दे दिया। अब चुने हुए सभी सांसदों का कर्तव्य है, सभी राजनीतिक दलों की विशेष जिम्मेवारी है कि हमने दल के लिए जितनी लड़ाई लड़नी थी लड़ ली। अब आने वाले 5 वर्ष के लिए हमें देश के लिए लड़ना है, देश के लिए जूझना है, एक और नेक बनकर के जूझना है। मैं सभी राजनीतिक दलों से भी कहूंगा कि आइए हम आने वाले 4 साढ़े 4 साल दल से ऊपर उठ करके सिर्फ और सिर्फ देश को समर्पित होकर के संसद के इस गरिमापूर्ण मंच का हम उपयोग करें। जनवरी 29 जब चुनाव का वर्ष होगा, आप उसके बाद जाइए मैदान में, सदन का भी उपयोग करना है कर लीजिए। वो 6 महीने जो खेल खेलने खेल लीजिए, लेकिन तब तक सिर्फ और सिर्फ देश के गरीब, देश के किसान, देश के युवा, देश की महिलाएं, उनके सामर्थ्य के लिए, उनको एम्पावर करने के लिए जन भागीदारी का एक जन आंदोलन खड़ा कर करके 2047 के सपने को पूरा करने के लिए हम पूरी ताकत लगाए। मुझे आज बहुत दुख के साथ कहना है कि 2014 के बाद कोई सांसद 5 साल के लिए आए,
कुछ सांसदों को 10 साल के लिए मौका मिला, लेकिन बहुत से सांसद ऐसे थे जिनको अपने क्षेत्र की बात करने का अवसर नहीं मिला। अपने विचारों से संसद को समृद्ध करने का अवसर नहीं मिला, क्योंकि कुछ दलों की नकारात्मक राजनीति ने देश के संसद के महत्वपूर्ण समय को एक प्रकार से अपनी राजनीतिक विफलताओं को ढांकने के लिए दुरुपयोग किया। मैं सभी दलों से आग्रहपूर्वक कहता हूं कि कम से कम जो पहली बार सदन में आए हैं, ऐसे बहुत बड़ी संख्या में हमारे माननीय सांसद हैं और सभी दल में हैं, उनको अवसर दीजिए, चर्चा में उनके विचारों को प्रकट करने का मौका दीजिए, ज्यादा से ज्यादा लोगों को आगे आने का अवसर दीजिए। और आपने देखा होगा कि पार्लियामेंट के नए संसद गठन होने के बाद जो पहला सत्र था, 140 करोड़ देशवासियों ने बहुमत के साथ जिस सरकार को सेवा करने का हुक्म किया है देशवासियों ने, उसकी आवाज को कुचलने का और लोकतांत्रिक प्रयास हुआ। 2.5 घंटे तक देश के प्रधानमंत्री का गला घोंटने का, उनकी आवाज को रोकने का, उनकी आवाज को दबाने का लोकतांत्रिक परंपराओं में कोई स्थान नहीं हो सकता है और इसका कोई पश्चाताप तक नहीं है, दिल में दर्द तक नहीं है। मैं आज आग्रहपूर्वक कहना चाहता हूं, देशवासियों ने हमें यहां देश के लिए भेजा है, दल के लिए नहीं भेजा है। ये सदन दल के लिए नहीं, ये सदन देश के लिए है। ये सदन सांसदों तक की सीमा तक नहीं है, 140 करोड़ देशवासियों की एक विराट सीमा करके लिए है। मैं विश्वास करता हूं कि हमारे सभी माननीय सांसद पूरी तैयारी के साथ चर्चा को समृद्ध करेंगे। कितने ही विरुद्ध विचार होंगे, विरुद्ध विचार बुरे नहीं होते हैं, നക്കാരാത്മക വിചാർ ബുരെ ഹോത്തെ। ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. നമ്മൾ വീണ്ടും ഷിരൂരിലേക്ക് പോവുകയാണ്. മഞ്ചേശ്വരം MLA സംസാരിക്കുന്നു, അദ്ദേഹത്തിന്റെ വാക്കുകൾ നടത്തണമെന്നുള്ള ആവശ്യം വീണ്ടും നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. ഓക്കെ, മഞ്ചേശ്വരം MLA ആണ് മാധ്യമങ്ങളിൽ കണ്ടത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് വരും സമയത്ത് അറിയാൻ കഴിയും. ഇപ്പോൾ അവിടെ നിന്ന് ദൃശ്യങ്ങൾ വീണ്ടും കാണാം. നേവി സംഘത്തിന്റെ തിരച്ചിൽ തുടരുകയാണ്. ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ചാണ് അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നത്. സൈന്യവും തിരച്ചിൽ നടത്തുന്നുണ്ട്. എങ്കിലും പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി. ISROയുടെ ചിത്രങ്ങൾ ഇന്ന് നിർണായകമാണ് ഈ അന്വേഷണത്തിന്. ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതിന് 10 മിനിറ്റ് മുൻപ് വരെയുള്ള അവിടുത്തെ ദൃശ്യങ്ങൾ ലഭിക്കും. അപ്പോൾ ഏതൊക്കെ വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയും. അത് അർജുന്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു വിവരമായിരിക്കും. ആ ചിത്രങ്ങൾ അല്പസമയത്തിനകം ലഭിക്കുമെന്നാണ് അറിയുന്നത്. കൂടാതെ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിലേക്ക് കടക്കുകയാണ്. അതും പ്രധാനമാണ്. സ്കൂബ സംഘവും നേവി സംഘവുമാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം മഴ വില്ലനാകും എന്ന സൂചനകളുണ്ട്. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മഴ മുന്നറിയിപ്പുണ്ട്. 1 മണി മുതൽ ഈ ഷിരൂർ അടക്കമുള്ള മേഖലകളിൽ മഴ പെയ്യും എന്നാണ് പറയുന്നത്. അപ്പോഴും ആശ്വാസകരമായൊരു കാര്യം, ഇടവിട്ടുള്ള മഴയ്ക്കാണ് സാധ്യത എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ തുടർച്ചയായ മഴ ഉണ്ടാകില്ല എന്ന് കരുതുന്നു. അതേസമയം കർണാടകയിലെ ഉൾവനങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴയുണ്ട്. അതുകൊണ്ട് നീരൊഴുക്ക് ശക്തമാണ്. ഗംഗാവലി പുഴയും കരകവിഞ്ഞൊഴുകുന്നുണ്ട് പലയിടങ്ങളിലും. മാത്രമല്ല കലങ്ങിയ വെള്ളമാണ് വരുന്നത് പുഴയിലൂടെ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നേരത്തെ അരുൺ പൂപ്പറമ്പ നൽകിയത്. ഇപ്പോഴും ഈ നേവി സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. അപ്പോഴും മുഴുവൻ സമയം രക്ഷാപ്രവർത്തനത്തിന് ആരും ഏർപ്പെടുന്നില്ല എന്ന പരാതി അർജുന്റെ കുടുംബം ഇന്നും പങ്കുവച്ചു.
ആ കുടുംബവും പ്രതീക്ഷ കൈവിടുന്ന അവസ്ഥയിലാണ് അവരുടെ പ്രതികരണം. എന്തെങ്കിലും തുമ്പ് കിട്ടും എന്ന് കരുതുന്നു എന്ന് മാത്രമാണ് ഇന്ന് അർജുൻ്റെ ബന്ധുക്കളടക്കം പറയുന്നത്. അപ്പോഴും അർജുൻ്റെ ബന്ധുക്കളായ അഭിജിത്തും ജിതിനുമൊക്കെ ഇപ്പോഴും ആ ഷിരൂരിൽ തന്നെ തുടരുകയാണ്. എന്തെങ്കിലും വിവരം കിട്ടുന്നതുവരെ അവിടെ തുടരുക തന്നെ ചെയ്യുമെന്ന് ആ കുടുംബാംഗങ്ങളും പ്രതികരിക്കുന്നു. MK രാഘവനും പ്രതികരിക്കുകയുണ്ടായി. അവിടെ സൈന്യം മുഴുവൻ സമയ തെരച്ചിലുണ്ടാകുമെന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. അരുൺ പാറയ്ക്കൽ ഇപ്പോൾ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. അരുൺ, എന്താണ് പുതിയ വിവരങ്ങൾ? ഇപ്പോഴും തുടരുകയാണ്. ഷിരൂരിൽ തിരച്ചിൽ തുടരുകയാണ്. അല്പസമയത്തിനകം അതിന്റെ വിവരങ്ങൾ അരുൺ പൂപ്പറമ്പയും അരുൺ പാറയ്ക്കലും നൽകും. അരുൺ പൂപ്പറമ്പ ഇപ്പോൾ വിവരങ്ങൾ നൽകാൻ ചേരുന്നു. അരുൺ, എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, ഇപ്പോഴും ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അതായത് ഈ സിഗ്നൽ ലഭിച്ച ഇടത്തല്ല, മറ്റൊരിടത്താണ്. അതിന് തൊട്ട് അടുത്തുള്ളൊരു വശത്താണ് ഈ വലിയ കല്ലുകളും മണ്ണുകളും നിറഞ്ഞു നിൽക്കുന്ന അവിടെയാണ് ഇപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ സൈന്യത്തിൻ്റെ റഡാർ സിസ്റ്റം ഉൾപ്പെടെ എത്തിച്ച് പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. അപ്പോഴും നിലനിൽക്കുന്ന ആശങ്ക നമ്മൾ നേരത്തെയും അത് ആവർത്തിച്ചു പറഞ്ഞതാണ്. ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ഗതി തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതായത് നേരത്തെ ഈ ലോറി ഈ മണ്ണിനടിയിൽ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചവർ തന്നെ ഇപ്പോൾ അത് പുഴയിലാണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയും ആ രീതിയിലുള്ള തെരച്ചിൽ അവർ അതിന് ഫോക്കസ് നൽകുകയും ചെയ്യുന്നു. അതിൽ ഈ മന്ത്രിമാരുടെ ഉൾപ്പെടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ ഈ നിലവിൽ ഇപ്പോൾ ഇവരുടെ ഒരു നിഗമനം ഈ മണ്ണിനടിയിൽ ലോറി ഇല്ല എന്നുള്ളതാണ്. ഇവിടുത്തെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ അത്തരം ഒരു വിവരം നമ്മോട് പങ്കുവച്ചിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നത് ബംഗളൂരുവിൽ നിന്ന് എത്തിച്ച റഡാർ സിസ്റ്റമാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ബംഗളൂരുവിൽ നിന്ന് എത്തിച്ച റഡാർ സിസ്റ്റമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേരത്തെ തന്നെ ഇതിൽ കുറച്ചുകൂടി ഫെസിലിറ്റി ഉള്ള, അതായത് മണ്ണിനടിയിൽ 15 മീറ്ററോളം ആഴത്തിൽ ഇതിൻ്റെ വിസിബിലിറ്റി കിട്ടുന്ന റഡാർ സിസ്റ്റമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഇതിപ്പോൾ അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിച്ചത്. ബംഗളൂരുവിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഉൾപ്പെടെ ഇതിലുണ്ട്. ഈ റഡാർ സിസ്റ്റം ഉപയോഗിച്ചായിരിക്കും നിലവിൽ ഈ മണ്ണ് നീക്കം ചെയ്യുന്ന സ്ഥലത്തെ, അതായത് നേരത്തെ ഈ മണ്ണും കല്ലും കൂടി നിൽക്കുന്ന ആ ഇടത്തെ തെരച്ചിൽ നടത്തുക. ഈ റഡാർ സിസ്റ്റം ഉപയോഗിച്ചായിരിക്കും 15 മീറ്ററോളം ആഴത്തിൽ ഇതിന് വിസിബിലിറ്റി ലഭിക്കും എന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെ ബംഗളൂരുവിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിലവിൽ നമ്മൾ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന, അതായത് ഈ നേരത്തെ സിഗ്നൽ ലഭിച്ചിടത്തല്ല, അതിന് തൊട്ടപ്പുറത്തെ വശത്തായി കല്ലുകളും മണ്ണും കൂടി നിൽക്കുന്ന ഇടത്തായിരിക്കും ഇത് നടത്തുക. എന്തെങ്കിലും ഈ റഡാർ സിസ്റ്റത്തിൻ്റെ പരിശോധനയിൽ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തകർ ഉള്ളത്. ഇത് അല്പസമയം മുമ്പാണ് ഈ റഡാർ സംവിധാനം ബംഗളൂരുവിൽ നിന്ന് എത്തിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പുഴയിലാണ് ഈ ലോറി അകപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ഈ മണ്ണിനടിയിൽ ലോറി ഇല്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇവിടുത്തെ റവന്യൂ വിഭാഗത്തിൻ്റെ ഭാഗമായി ജില്ലാ കളക്ടർ ഉൾപ്പെടെ അങ്ങനെ പറയുന്നു, മന്ത്രി പറയുന്നു. അവരുടെ തെരച്ചിലിൻ്റെ ഫോക്കസ്, അവരുടെ ഗതി ഇപ്പോൾ ഈ പുഴയിലാണ്. അവർ ഈ NDRFൻ്റെയും നേവിയുടെയും തെരച്ചിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് എന്ന തരത്തിൽ അവർ പ്രതികരിക്കുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക നൽകുന്നതാണ്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ഒരു വാഹനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മനുഷ്യൻ ഈ കുത്തിയൊലിച്ചു വരുന്ന ഇത്രത്തോളം അടിയൊഴുക്കുള്ള അല്ലെങ്കിൽ കടലിലേക്ക് ചേരുന്ന ഈ ഗംഗാവലി പുഴയിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും അകപ്പെട്ട് കഴിഞ്ഞാൽ അത് കണ്ടെത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. നിലവിൽ പുഴയുടെ ഗതി അങ്ങനെയാണ്, വളരെ ആഴത്തിലുണ്ട്. പിന്നെ ഈ മുങ്ങൽ വിദഗ്ധർക്ക് പോലും ഇതിൽ ഡൈവ് ചെയ്ത് ക്ലാരിറ്റിയോടെ ഇത് കണ്ടെത്താനുള്ള പ്രയാസകരമായിട്ടുള്ള ഒരു നിലവിലെ അവസ്ഥ, പുഴയുടെ അവസ്ഥ അങ്ങനെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശക്തമായ മഴയുണ്ട്. ഈ മഴയിൽ ഈ പുഴയിൽ അത്രത്തോളം ഓപ്പറേറ്ററാണോ?
അല്ല ഞാൻ ഇതിൻ്റെ ഇത് വേണം, ഒരു മിനിറ്റ് ഞാൻ വണ്ടി സൈഡ് എടുക്കട്ടെ. ഈ റഡാർ സിസ്റ്റം ഉൾപ്പെടെ ഉപയോഗിക്കുന്നവർ ബംഗളൂരുവിൽ നിന്ന് എത്തിയതാണ്. അല്പസമയം മുമ്പാണ് ഇവർ എത്തിച്ചേർന്നത്. ആ പ്രതികരണത്തിലേക്ക് ഉൾപ്പെടെ നമുക്ക് കടക്കാം. എന്തായാലും നമുക്ക് ഇന്നത്തെ നമ്മളെന്തായാലും ഈ തെരച്ചിലിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ മണ്ണിനടിയിൽ തന്നെയാണ് ഈ ലോറി ഉള്ളത് എന്ന് ഈ സാങ്കേതിക വിദഗ്ധർക്കൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ട പലരും ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അവർ നടത്തുന്നത്. അതായത് ഈ മണ്ണിനടിയിൽ തന്നെ ഇതുണ്ട്, അതായത് ലോറി ഉണ്ട് എന്ന തരത്തിൽ. അതിൽ പ്രധാനമായും 2 കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. അതായത് നേരത്തെ ഈ മൊബൈൽ ഫോൺ, ഈ അർജുൻ്റെ മൊബൈൽ ഫോൺ സിഗ്നൽ ഇവിടെ നിന്ന് ലഭിച്ചിരുന്നു. അതോടൊപ്പം ഈ ലോറിയുടെ GPS അത് ലഭിച്ചിരുന്നു. അത്തരത്തിലുള്ള സിഗ്നലുകളൊന്നും തെറ്റാൻ സാധ്യതയില്ല എന്നതാണ്. പൂർണ്ണമായി ഇതും സ്ഥിരീകരിക്കാൻ സാധിക്കില്ല എന്ന് ഈ ദൗത്യത്തിൽ ഏർപ്പെട്ട പലരും പ്രതികരിക്കുന്നു. എന്നാൽ ഇവിടുത്തെ മന്ത്രിമാർ ഉൾപ്പെടെ 98% മണ്ണ് നീക്കി ഒരു ലോറി കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ആ മണ്ണ് നീക്കിയുള്ള തെരച്ചിലിന് ഇവിടെ ഇനി അതിൽ വലിയ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന തരത്തിൽ അവർ പ്രതികരിക്കുന്നു. ഇന്ന് ഈ മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ ഇന്ന് അവസാനിപ്പിക്കും എന്ന തരത്തിൽ ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതെല്ലാം ആശങ്ക നൽകുന്നതാണ്. പക്ഷേ ഈ പുഴയിൽ ഇപ്പോൾ അത്രത്തോളം ഊർജിതമായ ഒരു നേവിയുടെയോ NDRFൻ്റെയോ ഊർജിതമായ എന്തെങ്കിലും ഒരു തെരച്ചിൽ നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇന്ന് വൈകിയാണ് ഈ തെരച്ചിൽ ആരംഭിച്ചത്. കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ വൈദഗ്ധ്യം നേടിയ കുറേ അധികം ഫോഴ്സിനെ എത്തിച്ചുകൊണ്ട് ആ തിരച്ചിൽ നടത്തുന്നു എന്നതാണ് ഇവർ വിശദീകരിക്കുന്നതെങ്കിൽ പോലും നമ്മൾക്ക് ഗ്രൗണ്ടിൽ നിന്ന് പരിശോധിക്കുമ്പോൾ അത്ര ഊർജിതമായിട്ടുള്ള തെരച്ചിൽ പുഴയിലും നടക്കുന്നില്ല എന്നതാണ്. എന്തെങ്കിലും വലിയ സോണാർ സിസ്റ്റമൊന്നും ഇന്ന് നിലവിൽ നമുക്ക് അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്ന് വൈകിയാണ് നേവിയുടെ ഈ തെരച്ചിൽ, ഈ പുഴയിലുള്ള തെരച്ചിൽ നടക്കുകയും ചെയ്തത്. എന്തായാലും ഈ മണ്ണ് നീക്കം ചെയ്തുള്ള ഈ രക്ഷാപ്രവർത്തനത്തിൽ തന്നെയാണ് നിലവിൽ ഈ ദൗത്യസംഘം, ഈ സൈന്യം എന്തായാലും അവിടെ തന്നെയാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. സൈന്യത്തിൻ്റെ റഡാർ സിസ്റ്റം അല്പസമയം മുമ്പ് എത്തി അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പരിശോധന എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുന്നത്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ച് നേവി സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഇപ്പോൾ ഈ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. അത് നിർണായകമാകും ഈ അന്വേഷണ പുരോഗതിയിൽ, രക്ഷാദൗത്യത്തിൽ എന്നാണ് കരുതുന്നത്.